ഹലോ, അപ്പം വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടാണ്. നിമിഷമില്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് യൂട്യൂബ് ചാനൽ. ആദ്യ സിനിമ നമ്മൾ നിവിൻ പോളി അഭിനയിച്ച സർവം മായ എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ കേരള ബോക്സ് ഓഫീസാണ് കഴിഞ്ഞ 15 ദിവസത്തെ. നിമിഷമില്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് യൂട്യൂബ് ചാനൽ. സിനിമ റിലീസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ 15 ദിവസം ആവുകയാണ്. മൂന്നാമത്തെ ആഴ്ചയിലാണ് നിലവിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സിനിമയ്ക്ക് കേരളത്തിൽ നല്ലൊരു ഹോൾഡ് ലഭിക്കുന്നുണ്ട്. എന്തായാലും പടത്തിൻ്റെ 15ാം ദിവസം കളക്ഷൻ നോക്കുമ്പോൾ ടോട്ടൽ സിനിമയ്ക്ക് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 58 കോടിയടുത്താണ് കാണാൻ സാധിക്കുന്നത്. 58 കോടി 33 ലക്ഷമാണ് നിലവിൽ നമ്മുടെ സർവം മായ എന്ന് പറഞ്ഞ നിവിൻ പോളി സിനിമേൻ്റെ കേരള ബോക്സ് ഓഫീസ് ടോട്ടലായിട്ട്. സിനിമേൻ്റെ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 120 കോടിയിലോട്ട് പോവുകയാണ് സിനിമേൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. ഇനി നമ്മുടെ മമ്മൂക്കിയുടെ കളംകാവൽ എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ് കഴിഞ്ഞ 35 ദിവസത്തെ കളംകാവൽ. പടം നിലവിൽ OTT റിലീസിന് പോവുകയാണ് സോണി ലെവൽ. ഇപ്പോഴും സിനിമ പല ഭാഗത്തായിട്ട് ഓടുന്നുണ്ട്. ഓൾമോസ്റ്റ് 35 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 37 കോടി 42 ലക്ഷമാണ് ചിത്രത്തിൻ്റെ കഴിഞ്ഞ 35 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ്. സിനിമ വലിയൊരു ലാഭമായിരിക്കുകയാണ് പടം റിലീസിന് കൊണ്ടുവന്നവർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്. മറ്റൊരു സിനിമയാണ് നമ്മുടെ ദിലീപിൻ്റെ ഭയം ഭക്തി ബഹുമാനം എന്ന് പറഞ്ഞ സിനിമ, ബബ്ബ എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് കേരള ബോക്സ് ഓഫീസിൽ മാത്രം സിനിമയ്ക്ക് 26 കോടി 70 ലക്ഷമാണ് ചിത്രത്തിൻ്റെ കേരള ബോക്സ് ഓഫീസ്. വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 50 കോടിനടുത്ത് അപ്രോക്സ് കളക്ഷൻ കാണാൻ സാധിക്കും നമുക്ക്. അതിനടുത്തുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ വേൾഡ് വൈഡ്. ഇപ്പോൾ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ OTT റിലീസും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ZEE5 ആയിട്ടാണ് സിനിമേൻ്റെ OTT റിലീസ് കൺഫേം ആക്കിയിരിക്കുന്നത്. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് ഒരു ഹിന്ദി സിനിമേൻ്റെയാണ്. ബോളിവുഡ് ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ. രൺവീർ സിംഗ് ആണ് പടത്തിൽ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്. കേരളത്തിലെ സിനിമ റിലീസിന് വന്നത് വളരെ ലിമിറ്റഡ് ആയ ഷോസിൽ മാത്രമായിട്ടാണ്, വളരെ കുറഞ്ഞൊരു തിയേറ്റർ ലിസ്റ്റ്. എന്നാൽ പോലും പടത്തിന് നല്ലൊരു കളക്ഷൻ കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് 35 ദിവസം കൊണ്ട് കേരളത്തിലെ 7 കോടി 48 ലക്ഷമാണ് സിനിമേൻ്റെ കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. ജനുവരി ലാസ്റ്റോടെ നെറ്റ്ഫ്ലിക്സ് ആയിട്ടാണ് സിനിമേൻ്റെ OTT റിലീസും കൺഫേം ആക്കിയിരിക്കുന്നത്. ഈവൻ ഈ ഒരു പടത്തിൽ 2ാം ഭാഗം വരുന്നുണ്ട്. മാർച്ച് മാസത്തേക്കാണ് ആ ഒരു പടത്തിൻ്റെ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരു സിനിമയാണ് ഷെയ്ൻ നിഗം അഭിനയിച്ച ഹാൽ എന്ന് പറഞ്ഞ സിനിമ. സിനിമ റിലീസിന് വന്നത് ഡിസംബർ മാസം ക്രിസ്മസിനാണ്. സിനിമയ്ക്കും നല്ലൊരു റെസ്പോൺസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സംശയം തന്നെയാണ്. പലയിടങ്ങളിലും സിനിമ വാനിഷ് ഔട്ട് ആവുന്ന കാഴ്ചയാണ്. ഒരു പക്കാ ഡിസാസ്റ്റർ തന്നെയാണ് ഷെയ്ൻ നിഗത്തിന്റെ ഹാൽ എന്ന് പറഞ്ഞ സിനിമയും സമ്മാനിക്കുന്നത്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ കഴിഞ്ഞ 15 ദിവസമായിട്ട് പടം നേടിയെടുത്തത് 1 കോടി 42 ലക്ഷമാണ്. ഇപ്പൊ സിനിമേന്റെ ഏറ്റവും വലിയ കോമഡി ആവുന്നല്ല, ഈ സെൻസർ ബോർഡ് റിമൂവ് ചെയ്ത ഒരു സീൻ ഇപ്പോൾ ഹാൽ എന്ന് പറഞ്ഞ ടീം യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ അതാണ് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടും വരുന്നുണ്ട്. എന്തായാലും ഹാല് സിനിമ ടീമിന് അതൊരു പോസിറ്റീവായിട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കും സിനിമേന്റെ മാർക്കറ്റിംഗ് ആയിട്ട്. പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മിണ്ടിയും പറഞ്ഞു എന്ന് പറഞ്ഞ നമ്മുടെ ഉണ്ണിമുകുന്ദൻ സിനിമേന്റെ ബോക്സ് ഓഫീസ് ആണ് കേരളത്തില്. ഈ പടം ഓൾമോസ്റ്റ് ക്ലോസിംഗ് ആവുകയാണ്. സിനിമേന്റെ ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് റിലീസിന്റെ കളക്ഷൻ ഒക്കെ നോക്കുകയാണ്. കാരണം റിലീസ് വേൾഡ് വൈഡ് കഴിഞ്ഞ ദിവസം കണ്ടാണ് വന്നത്, ഒരാഴ്ച മുമ്പ്. അപ്പോഴേക്കും സിനിമ ക്ലോസിംഗ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. കാരണം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് എല്ലായിടങ്ങളിലും മോശമായൊരു അഭിപ്രായം, അത് മാത്രമല്ല വാനിഷ് ഔട്ട് ആവുന്ന കാഴ്ചയാണ്. ആളില്ല പടം കാണാനായിട്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 15 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ മാത്രം 17 ലക്ഷം മാത്രമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഉണ്ണിമുകുന്ദന്റെ മിണ്ടിയും പറഞ്ഞു എന്ന് പറഞ്ഞ സിനിമ ക്രിസ്മസ് ദിവസമാണ് സിനിമ റിലീസിന് വന്നത്, ഡിസംബർ 25-ാം തീയതി. ഇപ്പൊ തന്നെ സിനിമ വാനിഷ് ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമേന്റെ റിവ്യൂ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക.